നമസ്കാരം, ഇത് വോഡഫോണിന് വേണ്ടി ശ്രീലക്ഷ്മിയാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളെ. ഹലോ, ഞാൻ വിളിച്ചിരിക്കുന്നത് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഓഫറിനെ കുറിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ്. തിരക്കിലല്ലെങ്കിൽ അല്പം നേരം സംസാരിച്ചോളി സർ. പറഞ്ഞോളെ. സംസാരിക്കുന്ന സാറിന്റെ നമ്പർ ഒന്ന് കൺഫേം ചെയ്യുകയാണ്. ഞാൻ പറയാം. 9846918598. സാറിന് ലഭിക്കേണ്ട ഓഫർ എന്ന് പറയുന്ന ഒരു ഡേറ്റ പാക്കാണ്. ഓഫർ ചാർജ് വരിക 299 രൂപ മാത്രമേ വരികയുള്ളൂ. സാറിന് 1 GB അൺലിമിറ്റഡ് യൂസ് ചെയ്യുന്ന 3G പാക്കാണ് സാറിന് ലഭിക്കാം. 1 GB ശേഷം സാർ യൂസ് ചെയ്യുന്നെങ്കിൽ സാറിന് 64 KB per സെക്കൻഡിലേക്ക് സ്പീഡ് റെഡ്യൂസ് ആവുന്നതാണ്. എക്സ്ട്രാ ചാർജ് വരികയില്ല. എന്താണ് സർ? രണ്ടാമത് പറഞ്ഞ 299 രൂപയ്ക്ക് 1 GB അൺലിമിറ്റഡ് യൂസ് ചെയ്യുന്ന 3G പാക്കാണ് സാർ ലഭിക്കുക. ശരി. 1 GB ശേഷം സാർ യൂസ് ചെയ്യുകയാണെങ്കിൽ സാർ 64 KB per സെക്കൻഡിലേക്ക് സ്പീഡ് റെഡ്യൂസ് ആവുന്നതാണ്. സാറിന് എക്സ്ട്രാ ചാർജ് വരത്തില്ല. ഓഫർ ചാർജ് എന്ന് പറയുന്നത് 299 രൂപ മാത്രമേ വരികയുള്ളൂ. നോർമൽ കേസ് ആണെങ്കിൽ 10 KBക്ക് 4 പൈസ എന്ന നിരക്കിൽ ചാർജ് വരും. അതായത് 1 MBക്ക് 4 രൂപ എന്ന നിരക്കിൽ ചാർജ് വരുന്നതല്ലേ. അപ്പൊ ഇതാകുമ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ്. ഇപ്പൊ ഒരു മാസം ചെയ്തിട്ട് വേണ്ട എന്നാണെങ്കിൽ 198 വിളിച്ച് ഡീആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിലവിൽ ലഭിക്കുന്ന ചെയ്തിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് 199 രൂപയാണ് അല്ലേ? ശരി ശരി, ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണ ഏതാ പ്ലാൻ? എന്താണ് സർ? ഞാൻ ഇപ്പൊ എന്തോ ഒരു പ്ലാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. 549 പ്ലാൻ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലേ? എനിക്ക് ഏതോ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, 549 പ്ലാനാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ ഡേറ്റയുടെ പ്ലാനാണോ പറയുന്നത്, ടാരിഫ് പ്ലാനാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഒരു ഡേറ്റ പാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഡേറ്റ പാക്കിനെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, 199 സെർച്ച് ചെയ്തിരിക്കുന്നത്. സാർ ഒരു 100 രൂപ വീടുകയാണെങ്കിൽ സാറിന് 3G ചെയ്തുകൂടെ? നിങ്ങൾക്ക് അതിന് എവിടെയാ 3G ഉള്ളത്? എന്താണ് സർ? നിങ്ങൾക്ക് അതിന് എവിടെയാ 3G കവറേജ് ഉള്ളത്? എന്താണ് സർ, സാറിന് 3G കിട്ടുന്നില്ലേ? എവിടെന്ന്? സാർ ഇത് എവിടെയാണ്? സ്ഥലം ഇത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത്. എവിടെയാണ് സർ? വെമ്പായം. നിങ്ങളെവിടെ താമസിക്കണ? അല്ല, നിങ്ങളെ ഓഫീസ്? സാർ ഇത് എറണാകുളമാണ്. സാർ ഇത് സ്ഥലം എവിടെയാണ്? വെമ്പായം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എറണാകുളത്ത് താമസിക്കുന്ന ആളിന്? ഓക്കെ സാർ, ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ സാധിക്കും. സാറിന് 3G അവൈലബിൾ അല്ലേ സാറിന്? അവൈലബിൾ ആണോ? ഞാൻ ഇപ്പൊ സെക്രട്ടേറിയറ്റിന് അടുത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും കിട്ടിയത്. ഓക്കെ, സാറിന് നോക്കുമ്പോൾ സാറിന് 3G അവൈലബിൾ ഉണ്ടോ? വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് 3G കിട്ടുന്നില്ല. അതുപോലെ നിങ്ങൾ ഐഡിയക്കാരന്റെ റെന്റിന് വാങ്ങിച്ച സാധനത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നെറ്റല്ലേ ഇടുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 3G ഇല്ല, വോഡാഫോണിന് 3G ഇല്ല. ഐഡിയക്കാരൻ്റെ ഇരവാണുങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അയാളുള്ളത് 100 സ്പീഡ് അയാൾ കിട്ടും, നിങ്ങൾക്ക് 20-30 സ്പീഡേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ സാർ. വിഷമമുണ്ടോ? കേൾക്കുന്നതിൽ വിഷമമുണ്ടോ? ഹലോ മാഡം. പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നതിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഹലോ സാർ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഹലോ, ഭംഗിന്നാണ് തോന്നുന്നത്. സാർ വോഡഫോണിന്, അതായത് വോഡഫോണും ഐഡിയകളുടെ ടൈപ്പാണ് സാർ. അവരോട് ചേർന്നിട്ടുള്ളതാണ് 3G കവറേജ് വരുന്നത് സാറിന് നോർമലി. അയ്യപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് 2 കാറുണ്ട്. ഒരാളിനെ കൊടുക്കണമെങ്കിൽ ഞാൻ പഴയ കാറിലേ കൊടുക്കും, വലുവ് കുറഞ്ഞ കാറിലേ കൊടുക്കുള്ളൂ. അതേപോലെ അവർ നെറ്റിന്റെ ബ്രാൻഡ് നിങ്ങൾക്ക് തരുള്ളൂ. ഹലോ, സാറിന് ഓഫർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ എത്ര അടയ്ക്കണം? 299. ഞാൻ യഥാർത്ഥത്തിൽ നെറ്റൊക്കെ എടുക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതിന് ഉത്തരം തന്നില്ല. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഇതിൽ നമുക്ക് ആ സംശയം ദൂരീകരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് സർ? അതായത് ഐഡിയക്കാർ അവർ സെക്കൻഡ് ഹാൻഡ് സാധനമാണ് നമുക്ക് തരുന്നത്. അതിന്റെ നെറ്റിന്റെ സ്ലോ നിങ്ങൾക്കുണ്ടാവും. രണ്ടും ഒരേ. പിന്നെ ഹലോ സർ. സർ കേൾക്കാമോ? സത്യമായിട്ടും കേൾക്കാം. നിങ്ങളല്ലേ മിണ്ടായിരിക്കണം. അതായത് വോഡഫോണും ഐഡിയകളുടെ ടൈപ്പാണ് സാറിന് 3G കവറേജ് കിട്ടുന്നത്.
ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ഒരേ ഫീൽഡിൽ മത്സരിച്ച് നിൽക്കുന്ന രണ്ട് കമ്പനികൾ. അതിപ്പോ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് അവര് സ്വാധീനം ഉള്ളതുകൊണ്ട് അവര് മേടിച്ചു സാധനം. നിങ്ങൾ അമേരിക്കൻ കമ്പനി, അവര് ഇന്ത്യൻ കമ്പനി. അവന്മാര് പൈസ എറിഞ്ഞ് സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ബാക്കി മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് 2 കാറോ 2 ആട്ടോയോ ഉണ്ട്. നമ്മൾ ഒരാൾക്ക് വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ വെറും ആക്രി ആട്ടോയെ കൊടുക്കുള്ളൂ. അതേപോലെ നെറ്റിന്റെ ഏറ്റവും ലോക്കൽ സാധനം നിങ്ങൾക്ക് തന്നു. ആ നെറ്റ് നമ്മളെപ്പോലുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഒരു റേഞ്ചും കിട്ടൂല. അതാണ് സത്യം. ഞാൻ എന്തായാലും വോഡാഫോണിനെ അഗാധമായി സ്നേഹിക്കുന്നതുകൊണ്ടും 10-12 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ എന്തായാലും പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് 299 അല്ലേ? ആ 2GB 199 2G 3G 2GB ആണ് സാർ യൂസ് ചെയ്യുന്നത് അല്ലേ? 2GB യൂസ് ചെയ്യുന്നു. 2GB 2G യൂസ് ചെയ്യുന്നുണ്ട് 199. ഞാൻ ഇതിനെ 3G ആക്കി എന്തെങ്കിലും സ്പീഡ് കിട്ടുമോ? സത്യം പറയും. 3G സ്പീഡ് കിട്ടുന്നതാണ് സാറിന്. 1GB വരെ സാറിന് 3G യൂസ് ചെയ്യാനാണ്. ഞാൻ അതിനുശേഷം പറഞ്ഞ ഈ 2G സ്പീഡ് ആയിരിക്കും. വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കുറച്ചേ കിട്ടണുള്ളൂ. ഏത് 3G അങ്ങനെ എങ്ങനെ കിട്ടുന്നില്ല. അതേസമയം ഐഡിയ കിട്ടാൻ കുറച്ച് സ്പീഡുണ്ട്. എനിക്ക് ചില സമയത്തൊക്കെ ഈ പാട്ടും വീഡിയോസൊക്കെ ഡൗൺലോഡ് ആവണം എന്ത് സമയം എടുത്തിട്ടെന്ന് അറിയാം. 3G ഉറപ്പാണെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. പക്ഷെ അത് നിങ്ങളൊരു ഗ്യാരണ്ടി പറയണം. മിണ്ടാതേക്കല്ലേ പറയും. സാറിന് ഓഫർ ചെയ്യാൻ താല്പര്യമുണ്ട് സാർ? നമ്മൾ ഒരു ഓഫർ എടുക്കുമ്പോഴേ അതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 100 രൂപയുടെ കേസല്ലേ? ഓക്കെ, ഇപ്പൊ സാറിന് 1GB വരെ സാറിന് 3G യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണെങ്കിൽ സാറിന് 64 KB/s സ്പീഡ് റെഡ്യൂസ് കുറയുന്ന കൂടുന്ന കുറയുന്നതാണ് സാർ, റെഡ്യൂസ് ആവുന്നതാണ്. 2G സ്പീഡ് 1GBക്ക് ശേഷമാണ്. ഇപ്പൊ നോർമൽ കേസ് വരികയാണെങ്കിൽ 10 KBക്ക് 4 പൈസ നിരക്കിൽ ചാർജ് വരത്തില്ലേ? ഇതാകുമ്പോൾ 1 MBക്ക് 4 നിരക്കിൽ ചാർജ് വരുന്നതാണ്. പക്ഷെ ഇതാകുമ്പോൾ സാറിന് ചാർജ് ഒന്നും വരത്തില്ല. 299 രൂപ മാത്രമേ വരത്തുള്ളൂ. ആക്ച്വലി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതെടുത്താൽ എനിക്ക് ഗുണം ഉണ്ടാവും. സാർ ഒരു മാസം ചെയ്യുക. സാറിന് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. ഇല്ല എന്നാണെങ്കിൽ സാറിന് 198 വിളിച്ച് ഡീആക്ടിവേഷൻ ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറയും എനിക്കിത് ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം. സാറിന് ബെനിഫിറ്റ് ഉള്ള ഓഫർ ആയതുകൊണ്ടല്ല ഇൻഫോം ചെയ്തത്. അപ്പൊ സാർ 1 മാസം ചെയ്തിട്ട് താല്പര്യമില്ലാന്നാണെങ്കിൽ 198 വിളിച്ച് ഡീആക്ടിവേഷൻ ചെയ്തോളൂ. കസ്റ്റമർക്ക് വിളിച്ചിട്ട് കിട്ടണ്ട, പിന്നെ 198 ഡീആക്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചാൽ കിട്ടണത്. ഹലോ പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. സാറിന് ഇപ്പൊ ഓഫർ ചെയ്യാൻ താല്പര്യമില്ലേ? ഇല്ല, ഈ 100 രൂപ മാസം അധികം തന്നിട്ട് ഈ നെറ്റും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന പാട് തന്നെ ഞാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായി ഈ വോഡാഫോണിനൊക്കെ അനുഭവിച്ചെന്നറിയാം. പിന്നെ നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും ഇത് തുടരണമെന്നേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ അതൊക്കെ നമ്മൾ വെളിയിൽ പറയണ മോശം. ഓക്കെ സാർ, കൂടുതൽ ഓഫറിനെ കുറിച്ചാണെങ്കിൽ 121 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളെ പേര് പറഞ്ഞിട്ടേക്ക്. ശ്രീലക്ഷ്മിയാണ് സാർ. ഇനി അങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പേര് ചോദിച്ചാൽ അവിടെ ആരെങ്കിലും കണക്ട് ചെയ്ത് തരുമോ? അങ്ങനെയില്ല സാർ, 198 വിളിച്ചാൽ മതി. അതായത് ഇത് ഞാൻ ഈ പാക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്ര സംസാരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിന്റെ കമ്മീഷനോ അതിന്റെ ഒരു ബെനിഫിറ്റോ കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റോ മാർക്കോ കിട്ടണം. അല്ല ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഏതെങ്കിലും സതീശോ വിനീഷോ ഒക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ കിട്ടുമെങ്കിൽ ആലോചിക്കാം. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് ആലോചിക്കേണ്ട ഒരു സമയം വേണം. വീട്ടില് ഭാര്യ അടുത്തൊക്കെ ചോദിക്കണം, അല്ലെ അവളെ വഴക്കുള്ളൂ. ഓക്കെ സാർ, കൂടുതൽ ഓഫറിനെ കുറിച്ചാണെങ്കിൽ 121 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാനാണ്. കൂടാതെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 198 വിളിക്കാനാണ് സാർ. കൂടാതെ ഒരു ഇൻഫോർമേഷൻ തരാനുള്ളത്, ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറും SMS നമ്പറായ 111 ചേഞ്ച് ആയിട്ടുണ്ട്. അത് 199 ആണ്. കസ്റ്റമർ എക്സിക്യൂട്ടീവ് മാറിയാ അതെ 3 മാറിയാ 111 ചേഞ്ച് ആയിട്ട് 199 ആയിട്ട്. ഇതാണ് നിങ്ങൾക്കൊരു അത് മിക്കവാറും ഐഡിയക്ക് കൊടുത്തായിരിക്കും. 3 ഇതുപോലെ നമ്പർ ആർക്കെങ്കിലും കിട്ടോ ഊട്ടി നിങ്ങൾ ഇതൊക്കെ മാറ്റാൻ നിന്ന. ഇപ്പൊ അതാ ഏത് കമ്പനിക്ക് പോയത്? ഹലോ 199 ആണ് സാർ. ഇനി 199 വിളിക്കണം. അതെ, അതിനേക്കാൾ നിങ്ങൾ 108 നല്ല നമ്പറും കൊണ്ട് കളഞ്ഞിട്ട് നിൽക്കുന്നു. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തത്? മറുപടി ഉണ്ടോ ഇതിനൊക്കെ? നമ്മളെ 12 വർഷം കൊണ്ട് ഈ ഇത് യൂസ് ചെയ്യുന്നത് തന്നെ
കസ്റ്റമർക്ക് നമ്പർ ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാകൊണ്ടാണ് 3-1 അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ കിടന്ന് 19 199 സർ. ആരെങ്കിലും കിട്ടുവായിട്ടാണ്? എന്ത് ഈ പ്രശ്നം ഇങ്ങനെ മാറാൻ കാരണം എന്ത്? പത്രത്തിൽ പോലും വാർത്ത കണ്ടില്ലല്ലോ. സർ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു സർ. സീരിയലിന്റെ ഇടയ്ക്കൊക്കെ പരസ്യം ഉണ്ടായിരുന്ന? മിണ്ടാത്തെന്ത്? ലക്ഷ്മി സർ പറഞ്ഞോളൂ സർ. മിണ്ടാത്തെന്ത്? സർ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു സർ. അത് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സർ. നിങ്ങൾ എത്ര കോടതി കൊടുത്ത് പരസ്യം കൊടുക്കണം? ഫോണിൽ മെസ്സേജ് വന്നിരുന്നില്ലേ സാറിന്? ഇംഗ്ലീഷിലല്ലേ വന്നത്? ഇംഗ്ലീഷിലല്ലേ അയക്കണ? ഈ കുട്ടി ഒന്നും $111 ചേഞ്ച് ആയിട്ട് 199 ആണ് സർ ഇപ്പോ നിലവില്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. രാവിലെ ഒന്നും ചെയ്യല്ലേ എന്നെ? ഹലോ മിണ്ടൂലേ? ശ്രീലക്ഷ്മി പറഞ്ഞോളൂ സർ. വേറെ ഒന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു കസ്റ്റമർ കയറി മെസ്സേജ് വരുമ്പോൾ നോ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കും. എന്താണ് സർ? നിങ്ങൾ ഈ ശ്രീലക്ഷ്മി ആയിട്ട് വിളിച്ചതിൽ നിങ്ങൾ ഹാപ്പി ആണോന്ന് ചോദിച്ച് ഇങ്ങോട്ട് മെസ്സേജ് വന്നാൽ നോ എന്നും പറഞ്ഞ് അയക്കും. ഒരു പോയിന്റ് കുറെ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. 111 എന്തിന് വിറ്റ്? 3-1 എന്തിന് വിറ്റ്? മറുപടി എന്താ? അങ്ങനെയല്ലേ സർ? ഇനി അത് ഏത് കമ്പനിക്ക് പോയിന്ന് പറ. അറിഞ്ഞോ അത്? എങ്ങനെയാ സർ? അത് ഏത് കമ്പനിക്കാ കൊടുത്തത്? ഇനി 111 വിളിച്ചാൽ ഏത് കസ്റ്റമർ കെയറിൽ കിട്ടും? സർ ഇപ്പം നിലവിൽ സർ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 199 ആണ്. അല്ല, ഞാൻ എന്റെ സാമാന്യമായ നിങ്ങളൊരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് 8, 10, 12 വർഷം കൊണ്ട് ഞാൻ ഈ സിം ഇതേ നമ്പർ യൂസ് ചെയ്യുന്നു. എന്റെ ഒരു ചോദ്യം, നിങ്ങൾ എന്തിനു മാറ്റിയെന്ന് ചോദിക്കണ്ടേ? ഇതിപ്പോ കൊടുത്തത് ആർക്ക്? ഇപ്പൊ നമ്മളതിനൊരു വീട്ടിൽ 10-12 വർഷം കൊണ്ട് വാടകയ്ക്ക് കിടന്നു. വിറ്റ് നമ്മൾ ഇത് ആർക്ക് വിറ്റ് എന്ന് വെറുതെ ചോദിക്കും പോലെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളത് ആർക്ക് കൊടുത്ത്? ഇനി ഈ പുതിയ കമ്പനി വരോ? ഇപ്പൊ ഐഡിയ തന്നെ നിങ്ങൾക്ക് മറ്റേ നെറ്റിന്റെ ബാക്കി മറ്റേ ചപ്പട്ടാട്ട എന്നതുപോലെ നെറ്റ് കയറുന്ന ഐഡിയക്ക് തന്നെ നിങ്ങൾ വിറ്റ? സർ കൂടുതൽ എന്തെങ്കിലും ആണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി സർ. 198 വിളിച്ചാൽ മതിയോ? എനിക്കായി നിങ്ങൾ എന്റെ വിളിച്ച് സംസാരിച്ചതിന്റെ ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ സംസാരിച്ചതന്നേ ഉള്ളൂ. എനിക്കല്ല നിങ്ങളെ കുടുംബക്കാര് നിങ്ങളെ ബിസിനസിന്റെ സീക്രട്ട് എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്നേഹമുള്ള ആളായിരിക്കും പറയും എന്ന് വിചാരിച്ചു. മര്യാദയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് മിണ്ടാതെയൊക്കെ നിന്നപ്പോ സാധാരണ കുമ്പിളരൊക്കെ ചിലർക്ക് അഹങ്കാരികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ വെക്കും. ശരി, അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. പറഞ്ഞതെല്ലാം വ്യക്തമായോ സർ? ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം പോലും പറഞ്ഞില്ല. എല്ലാത്തിനും മറ്റേ പെണ്ണേണാൻ വന്നിട്ട് ആൾക്കാരെന്തോ ചോദിച്ച് കയറി ഒളിച്ചു നിൽക്കും പോലെ ഒന്നെന്തോ ആ ഒരു സൈഡിൽ കയറി ഒളിച്ചു നിന്നിട്ട് ലാസ്റ്റ് വെക്കാൻ നേരത്ത് പറഞ്ഞൊക്കെ ബോധ്യമായെന്ന് വെച്ചാ ഹലോ പറയുന്നത് കേൾക്കുന്നുണ്ട് സർ, പറഞ്ഞോളൂ. എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ നിന്നാ എന്താ? ശരി, ആയിക്കോട്ടെ. പാക്കിനെ കുറിച്ച് എനിക്ക് എന്ത് വിലപ്പെട്ട സമയം? ജീവിതമേ പോയി കിടക്കണം.